അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഗോതമ്പ് പുട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൈ കൊണ്ടൊന്നും അത് പിന്നെ മാവ് കുഴയ്ക്കുമല്ലോ പുട്ടിന്, അതുപോലൊന്നും ചെയ്യുന്നില്ല. വളരെ എളുപ്പത്തിലാണ്. പിന്നെ അത് നല്ല സോഫ്റ്റായിരിക്കും. വൈകിട്ടായാലും കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലാണ് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ബിഗിനേഴ്സിനൊക്കെ ഈ മാവ് കുഴയ്ക്കാനൊക്കെ പുട്ടിന് ശരിയാവുന്നില്ല. എന്നുവെച്ചാൽ അവർക്ക് പുട്ട് തന്നെ ഉണ്ടാക്കുന്നില്ല. പുട്ടിങ്ങനെ ഉതിർന്നു പോകണോ, അതേപോലെ കട്ടയായിട്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് അതൊന്നുമില്ലാതെ തന്നെ നമുക്കിന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് മാവ് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 കപ്പ് മാവ് ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം. അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കണം. ഇത് 250 ml കപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കുന്നേ. കറക്റ്റ് 1.5 കപ്പ്. അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. പിന്നെ ചേർത്ത് കഴിഞ്ഞാൽ പുട്ട് ഇത്തിരി കൂടി ടേസ്റ്റും ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ 2 സ്പൂൺ ചേർക്കുന്നേ. ടീസ്പൂണാണ്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി, കൂടിപ്പോണ്ട. നിങ്ങൾക്ക് സംശയം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയാലും അറിയാൻ പറ്റും. ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഈ എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തവിയുടെ ഈ കണ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തേക്കാം. കണ്ടോ, നല്ലപോലെ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് കുറച്ച് തണുക്കട്ടെ, ഒരു 5 മിനിറ്റെങ്കിലും ആവും. തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒരു കറക്കി എടുക്കണം. ഓക്കെ, അത് നമ്മൾ എടുത്തു വെച്ച മാവ് നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ പൊടിഞ്ഞ് കിട്ടി. ഇത് കണ്ടോ, നമ്മൾ കൈ കൊണ്ടൊന്നും മാവ് കുഴച്ചില്ല. സൂപ്പറായിട്ട് നമ്മുടെ പുട്ടിൻ്റെ പൊടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ആക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ പൊടിച്ചെടുത്തോളാം. കണ്ടോ, നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തു, കട്ടകളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് റെഡിയായിട്ടുള്ള മാവാണോ നോക്കാൻ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കണം. കണ്ടോ, കൊഴുക്കട്ട പോലെയാണ്. അതിന് എടുത്തിട്ടുണ്ടാൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് പരുവാണ് നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്നും കുഴച്ചില്ല, കഷ്ടപ്പെട്ടില്ല. പക്ഷേ പുട്ട് വളരെ സോഫ്റ്റും ആയിരിക്കും. ഇനി നമ്മളൊരു പുട്ടുകുറ്റി എടുത്തിട്ട് നിറച്ച് കൊടുക്കാം. ഞാനിതുപോലെ ഒരു പുട്ടുകുറ്റി ചൂടാക്കി എടുത്തതാണ്. ചൂടാക്കി എടുക്കുന്നതാണ് നല്ലതിൽ മാവ് ഒട്ടി പിടിക്കത്തില്ല. അതാണ്. അതിൽ 1 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പുട്ടിന് കുറച്ച് തേങ്ങ കൂടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആദ്യം അവസാനം നമുക്ക് ഒരു 1.5 സ്പൂൺ ഇതിലിടാം. പിന്നെ മധ്യത്തിലിടുമ്പോൾ കുറച്ചിട്ടാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ മാവിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനിതിന് 3 സ്പൂൺ ഇട്ടു. അടുത്തത് തേങ്ങ ഇട്ട് കൊടുക്കാം. അടുത്തത് മാവിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ഇറക്കാം. നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവിട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 കഷ്ണമായിട്ടേ എടുത്തോളൂ. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം.
അതിനായിട്ട് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതിൽ ചിരട്ടയുടെ ഷേപ്പിലുള്ള പുട്ടും കൂടെ വേവിക്കാം കേട്ടോ. അതാണ് ഇങ്ങനെ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കുന്നത്. ഇതിപ്പം നല്ല രീതിയിൽ സ്റ്റീം വരണം. സ്റ്റീം വന്നതിന് ശേഷം 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ കുറേ സമയം സാധാരണ പുട്ട് വേവിക്കുന്ന പോലെ വേവിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിൽ മാവിട്ടെടുത്താണ്. അപ്പോൾ 1/4 ഭാഗം മാവ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി സ്റ്റീം വന്ന ശേഷം 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമുക്ക് പുട്ട് റെഡിയായി കിട്ടും. വളരെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. സ്റ്റീം ഒന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 പീസായിട്ടാണ് ഇട്ടത്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ചെറിയ പീസായിട്ടുണ്ടെങ്കിൽ 4ആയിട്ട് വേണമെങ്കിലും ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഈ ചില്ല് മാറ്റിയിട്ട് അടുത്തത് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ സൂപ്പറായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ പുട്ട്. നല്ല പഞ്ഞി പോലത്തെ ഗോതമ്പ് പുട്ട്. പിന്നെ വളരെ കഷ്ടപ്പെടാതെ കൈകൊണ്ട് കുഴക്കുകയൊന്നും ചെയ്യാതെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയോ പഴമോ എന്തുപയോഗിച്ച് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ പുട്ട് ഉണ്ടാക്കാൻ അറിയാത്ത ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ നല്ല യൂസ്ഫുള്ളായിരിക്കും. കൈകൊണ്ട് കുഴക്കേണ്ട. കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടി പോകണോ, കട്ടായി പോകുന്നു, അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റും വേണ്ട. ഇതുപോലെ ചെയ്താൽ മതി. കറക്റ്റായിരിക്കും കേട്ടോ. സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. Thank you.